ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സോയ ബീൻസ് ഉണ്ടല്ലോ, അത് നന്നായി ചൂടുവെള്ളത്തിലിട്ടിട്ട് 2-3 പ്രാവശ്യം കഴുകി അത് വടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അത് നമ്മൾ വെറും ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കണ്ട, അതിലോട്ടിട്ടിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് വറുത്ത് എടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മളിതൊന്ന് നന്നായി മുരിച്ച് എടുക്കണം, കരിയിച്ച് കളയണ്ട കേട്ടോ. സിമ്മിൽ വെച്ച് വറുത്തെടുക്കുക. അത് വറുത്തിട്ട് അത് ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ചട്ടിയിലോട്ട് ലേശം ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിന് ശേഷം വലിയ ജീരകം ഇട്ടിട്ട് വലിയ ഉള്ളി ഒരു 3 വലിയ ഉള്ളി ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഞാൻ അത് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞാൻ അവിടെ ആക്കി വിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത് 3ഉം പേസ്റ്റായി അരച്ചിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഫസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വലിയ ഉള്ളിയിലോട്ട് ഇതിട്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും, അതൊക്കെ മാറുവോളം നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വന്നിട്ട്. എന്നിട്ട് ഇതിലോട്ട് ഇടേണ്ട സാധനങ്ങൾ പറഞ്ഞുതരാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുവോളം അത് വഴറ്റിയെടുക്കുക കേട്ടോ. കാലത്ത് വന്നിട്ട് ഞാനിത് ദോശയുടെ കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ചപ്പാത്തിയോ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കുക. പിന്നെ ആ മിക്സി ജാറ് പൊടിച്ചതുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ടോളൂ, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ആ സോയ ഇട്ട് കൊടുക്കുക. അതും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഇനി ഒരു ഫസ്റ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതിന് ശേഷം ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പൊടി അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോളൂ. ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് കമൻ്റ് അയക്കണം കേട്ടോ. നന്നായി ഇതാ വഴറ്റിയെടുത്തു. ഞാനിത് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയിട്ടോ. അതിന് ശേഷം ഇത് അടിപ്പിടിച്ചോന്ന് നോക്കിയതാണ്. പക്ഷെ ഒന്നും ആയിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കൈ നിറച്ച് മല്ലിയിലയ്ക്ക് പിന്നെ ക്ഷാമമൊന്നുമില്ല. ഞാൻ എപ്പോഴും ഓരോ കെട്ട് വാങ്ങിച്ച് വെക്കും കേട്ടോ. ഇവിടെ ഒരു കെട്ടിന് 20 രൂപേനുള്ളത്. അത് കാരണം ഞാൻ വാങ്ങിച്ച് വെച്ചാളെ. ഇത് ഇട്ടിട്ട് ഇത് കണ്ടില്ല, ഞാൻ അടിപ്പിടിച്ചോന്ന് നോക്കുകയാണ്. പക്ഷെ ഒന്നും ആയിട്ടില്ല. അത് കണ്ടില്ല, ചട്ടിയുടെ കളർ കാണുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വരൂ കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേമാതിരി ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്.